എല്ലാ കലാപങ്ങളും കൂട്ടക്കൊലയിൽ കലാശിച്ചില്ലെങ്കിലും പലവിധത്തിൽ അതിക്രമങ്ങൾ ഭയാനകമായി പെരുകുകയാണ്. മുഖ്യമായത് ഗോസംരക്ഷണത്തിന്റെ പേരിലാണ്. ആക്രമണം യഥാർത്ഥവും മാരകവുമാണ്. ന്യായീകരണങ്ങൾ യുക്തിരഹിതവും. തീവ്ര ഹിന്ദുത്വം ചുക്കാൻ പിടിക്കുന്ന ഭരണം ഒരു ദശാബ്ദത്തിലധികമായി തുടരുന്നു. വൈവിധ്യവും നാനാത്വവും സംസ്കാരത്തിന്റെ ഭാഗമെന്ന് പറയുമ്പോൾ പരിഹാസമാണ് മറുപടി. ഭൂരിപക്ഷവാദം അധികാരത്തിന്റെ താക്കോൽ സ്ഥാനം കൈയടക്കിയിരിക്കുകയാണ്. 2014 മുതൽ തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പുകൾ മുസ്ലിങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന ആയുധങ്ങളിലൊന്നാണ് ഗോസംരക്ഷണം. മൊറാദാബാദിൽ മുഹമ്മദ് ഷാഹിദീൻ ഖുറേഷി എന്ന ഇസ്ലാം മതവിശ്വാസി കൊല ചെയ്യപ്പെട്ടതാണ് സമീപകാല സംഭവം. 2024 ഡിസംബർ 30 പശുവിനെ കൊന്നുവെന്നാരോപിച്ച് ജയ് ശ്രീറാം വിളികളോടെ പാഞ്ഞെടുത്ത അക്രമിക്കൂട്ടം ഖുറേഷിയെയും സുഹൃത്ത് മുഹമ്മദ് അദ്നാനെയും ക്രൂരമായി ആക്രമിച്ചു. അദ്നാൻ ഓടിമറിഞ്ഞ് ജീവൻ രക്ഷിച്ചു. ഖുറേഷിക്ക് ക്രൂരമായ മർദ്ദനങ്ങളാണ് നേരിടേണ്ടി വന്നത്. പോലീസ് ഭാഷ്യമനുസരിച്ചാണെങ്കിൽ മൊറാദാബാദ് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഉടൻ മരിച്ചു. ഒരു ദേശീയ ദിനപത്രത്തിലെ റിപ്പോർട്ട് മജോല സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മോഹിത് ചൗധരിയുടെ വാക്കുകൾ ഉദ്ധരിക്കുന്നു. ഗോവധത്തിന്റെ പേരിൽ പോലീസ് ഖുറേഷിക്കും മുഹമ്മദ് അദ്നാനുമെതിരെ സ്വമേധയാ കേസെടുത്ത FIR രജിസ്റ്റർ ചെയ്തു. അത് പശുവാണോ കന്നുകാലി തന്നെയാണോ എന്ന് പോലും സ്ഥിരീകരിച്ചിട്ടില്ലാത്ത ജനക്കൂട്ടം ഖുറേഷിയെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മരിച്ചു. മറ്റൊരു റിപ്പോർട്ടിൽ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 103 പ്രകാരം അജ്ഞാതരായ വ്യക്തികൾക്കെതിരെ മുഹമ്മദ് ഷാജാദിന്റെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പശുവിനെ കശാപ്പ് ചെയ്തുവെന്നാരോപിച്ച് കൊന്നയാളുടെ കൂട്ടാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2024 ഡിസംബർ 30 പുലർച്ചെ അദ്നാനും ഖുറേഷിയും കാളയെ അറുക്കുന്നതായി നാട്ടുകാർ കണ്ടെത്തിയെന്നും അദ്നാൻ സംഭവ സ്ഥലത്ത് നിന്ന് ഓടിപ്പോയെന്നും SHO മോഹിത് ചൗധരി പറഞ്ഞു. എന്നാൽ ഖുറേഷിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും അഡീഷണൽ പോലീസ് സൂപ്രണ്ട് കുമാർ രൺ വിജയ് സിംഗ് പറഞ്ഞു. ഇത് ഒരു മഞ്ഞുമലയുടെ അംശം മാത്രമാണ്. ക്രമസമാധാന നില കൂടുതൽ വഷളാകുന്നു. ഭൂരിപക്ഷവാദത്തിന്റെ സഹായത്തോടെ ഏകാധിപത്യ ഭരണം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. നാടിന്റെ സംയോജിത സംസ്കാരം ഒരു വിഭജന നിലപാടും അനുവദിക്കുന്നില്ല. രാജ്യത്തിന്റെ ഭരണഘടന സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നിവയുടെ അടിസ്ഥാന തത്വങ്ങളിൽ നിലകൊള്ളുന്നു. സമുദായമോ ജാതിയോ ലിംഗഭേദമോ നോക്കാതെ എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം ഉറപ്പാക്കിയിട്ടുമുണ്ട്. 2019 ജൂൺ മുതൽ 24 മാർച്ച് വരെയുള്ള കാലയളവിൽ മുസ്ലിം ജനതയ്ക്കെതിരായ അക്രമങ്ങളിൽ ഗോസംരക്ഷണ പ്രവർത്തകരായിരുന്നു മുന്നിൽ. മറ്റൊരു റിപ്പോർട്ടിൽ 2010 17 മധ്യത്തിനുമിടയിൽ രാജ്യത്ത് പശു സംരക്ഷണത്തിന്റെ പേരിൽ 63 അക്രമങ്ങൾ നടന്നു. 28 പേർ കൊല്ലപ്പെട്ടതിൽ 24 പേർ മുസ്ലിങ്ങളായിരുന്നു. 124 പേർക്ക് പരിക്കേറ്റു. 2015 മുതൽ രാജ്യത്ത് പശു സംരക്ഷകരുടെ അക്രമങ്ങളിൽ വർധനവുണ്ടായിട്ടുണ്ടെന്നും തീവ്ര ഹിന്ദുത്വ ശക്തികളുടെ പിൻബലമാണ് ഇതിന് കാരണമെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് നിരീക്ഷിക്കുന്നു. പശുവുമായി ബന്ധപ്പെട്ട അക്രമങ്ങൾ 2011 ആൾക്കൂട്ട കൊലപാതകങ്ങളുടെയോ ഇതര ആക്രമണങ്ങളുടെയോ വിഹിതത്തിന് 5% 2017 20% ഉയർന്നു. വർഗീയ ധ്രുവീകരണത്തിലേക്ക് നയിക്കുന്ന വിഭജന തന്ത്രത്തിന്റെ അനന്തര ഫലം കൂടിയാണിത്. ന്യൂനപക്ഷ സമുദായത്തിൽ ഭയത്തിന്റെയും ഭീഷണിയുടെയും അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇത് വഴിയാകുന്നു. പശുവിനെ കൊന്നതിന് പ്രതികാരമായി മനുഷ്യനെ ഉന്മൂലനം ചെയ്യുക എന്ന ഘട്ടത്തിലാണ് രാജ്യത്തെ തീവ്ര വലത് രാഷ്ട്രീയം. 2011 ആക്രമണങ്ങളിൽ പശു കാരണമായുള്ളത് 5% 2017 20% കുത്തനെ ഉയർന്നു. ഗോസംരക്ഷകരുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ സുപ്രീം കോടതിയും ഉത്കണ്ഠ രേഖപ്പെടുത്തി. ആൾക്കൂട്ടാക്രമത്തിന്റെ അപകടങ്ങളും അത് ഇന്ത്യയെ മതേതര ഘടനയെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ജുഡീഷ്യറി വീണ്ടും ഓർമ്മപ്പെടുത്തി. കൊല്ലപ്പെട്ട ആൾക്കെതിരെ FIR ഫയൽ ചെയ്ത മൊറാദാബാദ് പോലീസിന്റെ നടപടി ഇന്ത്യയുടെ നിയമപാലക സംവിധാനങ്ങളിൽ പോലും ആഴത്തിൽ വേരൂന്നിയ പക്ഷപാതത്തെയും തീവ്ര ഹിന്ദുത്വ ദേശീയ പ്രത്യയശാസ്ത്രത്തെയും പ്രതിഫലിപ്പിക്കുന്നു. സ്വയം നിയമത്തിന്റെ സംരക്ഷകരും നിയമം സ്വയം നിർമ്മിച്ചവരുമായ ഒരു സംഘം നിയമം കയ്യിലെടുക്കുമ്പോൾ അരാജകത്വവും ക്രമക്കേടുമാകും ഫലം. ഇത് അക്രമാസക്തമായ സമൂഹത്തിന്റെ ആവിർഭാവത്തിലേക്ക് നയിക്കും.